കഴിഞ്ഞ ദിവസം വീട്ടിൽ പോകുന്നതിനിടയ്ക്ക് ഞങ്ങൾ തേക്കടി ഫെസ്റ്റ് കാണാൻ പോവാണ് കേട്ടോ. കുമളിയിൽ തേക്കടി കവലയിലാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത്. സത്യത്തിൽ ഒരു 2 ദിവസം മുന്നേ പോകണമായിരുന്നു. ഞങ്ങൾ ഫെസ്റ്റ് തീരുന്നതിന് തലേ ദിവസമാണ് പോയത്. അതായത് 20-ാം തീയതി ഫെസ്റ്റ് തീരുന്ന ദിവസമായിരുന്നു. ഞങ്ങൾ പോണത് 19-ാം തീയതിയാണ് കേട്ടോ. കഴിഞ്ഞ തവണയൊക്കെ വന്നപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഈ പള്ളിയിൽ പെരുന്നാളും കൂടി ഉണ്ടായിരുന്നു. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ വഴികളൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ തെക്കടിയിലെത്തി. നല്ല തിരക്കുണ്ട്, വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം നല്ല കുറവാണ്. പിന്നെ ഞങ്ങൾ ബൈക്കിനായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പാർക്ക് ചെയ്യാനായിട്ട്. അവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ടിക്കറ്റിൻ്റെ റേറ്റ് കൂട്ടിയോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോൾ 70 ആയിരുന്നോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. 70 രൂപയാണ്. ഞങ്ങൾക്ക് 2 പേർക്കൂടെ 140 രൂപയുടെ ഞങ്ങൾ പാസ്സെടുത്ത് അകത്ത് കയറി. നല്ല ഭംഗിയായിട്ട് തന്നെ ഫ്ലവേഴ്സൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തീരുന്നതിൻ്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ ചെറിയതായിട്ട് ചെടികളൊക്കെ വാടിയിട്ടുണ്ട്. 20-ാം തീയതി വരുന്നന്ന് തീരുന്നന്ന് വരുവാണെങ്കിൽ നമുക്കൊന്നും കാണാനില്ല കേട്ടോ. 20-ാം തീരുന്നന്ന് അവർ ചെടികളൊക്കെ സെയിലാക്കും, മാക്സിമം സെയിലാക്കി വിടും. പിന്നെ ഈ സൈഡിൽ നമുക്ക് ഒരുപാട് സ്റ്റോളുകളൊക്കെ ഉണ്ട്. ഈ സൈഡിലായിട്ട് കുറേ സൂര്യകാന്തി ചെടി നിൽപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ അതിൻ്റെ ഇതൊക്കെ മിസ് ചെയ്തു. കാരണം കുറച്ച് ദിവസം മുന്നേ വരുമായിരുന്നെങ്കിൽ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നതൊക്കെ കാണാറ്. ഇതിപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി കൊഴിഞ്ഞു പോയൊരവസ്ഥയിലാണ് കാണുന്നത്. ഞങ്ങളിങ്ങനെ സ്റ്റോളുകൾ വഴി ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. കൂടുതലും ഇങ്ങോട്ടാണല്ലോ നമുക്ക് അട്രാക്ഷൻ ഉള്ളത്. ഒന്ന് കറങ്ങിയിട്ട് വന്ന് എല്ലായിടത്തും കയറാമെന്നൊരു പ്ലാനിലാട്ടോ ഞങ്ങൾ നടക്കുന്നത്. ഒരുപാട് ഫോട്ടോ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരിടത്തും നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, തിരക്കായതുകൊണ്ട് തന്നെ. ഒരു കുഞ്ഞ് ട്രെയിൻ കിടക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഈ ബുക്സിൻ്റെ സ്റ്റോളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് ബുക്സൊക്കെ മേടിക്കുന്നത് ഇങ്ങനെ ഫെസ്റ്റൊക്കെ വരുമ്പോഴാണ്. നമുക്ക് നല്ല വിലക്കുറവിൽ നമുക്ക് ബുക്സുകളൊക്കെ കിട്ടും. ചെടികൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ഇതുപോലെ പച്ചക്കറികളും എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അവിടെ തന്നെ ഒരു കലാസന്ധ്യ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഡാൻസ് പ്രോഗ്രാം നടപ്പുണ്ടായിരുന്നു. നല്ല സ്റ്റാൻഡേർഡ് പരിപാടിയായിരുന്നു. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നതിന് ശേഷം ഞങ്ങൾ ആക്ടിവിറ്റിയിലേക്ക് പോകുക കേട്ടോ. അപ്പുറത്ത് ആകാശ ഊഞ്ഞാൽ, ട്രെയിൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ആദ്യം ആ വീശുന്ന തൊട്ടിയിൽ കയറണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിലിരിക്കുന്ന ഒരു കാർന്ന് കണ്ടപ്പോഴത്തേക്ക് പിന്നെ അതിൽ കയറാൻ തോന്നിയില്ല. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു എനിക്കിതിൽ കയറാൻ വയ്യ, ആകാശൂഞ്ഞാലിൽ കയറാൻ വയ്യ, ഞാൻ ഓടിപ്പോകുന്ന ട്രെയിനിൽ എങ്ങാനും കയറിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ അവനൊരു നിർബന്ധമായിരുന്നു ആകാശൂഞ്ഞാലിൽ കയറണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പാസ് എടുത്തിട്ട് ആകാശൂഞ്ഞാലിൽ കയറുമായിരുന്നു. ഒത്തിരി പേടിയുള്ളവരൊന്നും കയറണ്ടെന്നാണ് എൻ്റെ ഒരു സജഷൻ കേട്ടോ. അങ്ങ് മുകളിലേക്ക് പൊങ്ങി പോകുമ്പം കുഴപ്പമില്ല. ഏറ്റവും ടോപ്പിൽ ചെന്നിട്ട് താഴേക്ക് പറന്ന് താഴോട്ട് വീഴുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കാറ്റൊക്കെ പറന്നു പോകുന്ന പോലെ തോന്നും. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്